എല്ലാവർക്കും അവനവൻ്റെ ലോകം വളരെ പ്രധാനപ്പെട്ടതാണ്. ചുറ്റുമുള്ള ആൾക്കാർ ആ ലോകത്തെ റെസ്പെക്റ്റ് ചെയ്യുകയും ആ ഒരു ലോകം ബിൽഡ് ചെയ്യാൻ വേണ്ടി അവനെ ഹെൽപ്പ് ചെയ്യുകയും കൂടെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അവിടെ ഒത്തിരി കോൺട്രിബ്യൂഷൻസ് അവനിൽ നിന്നുണ്ടാവും. മാത്രമല്ല നല്ല ക്രിയേറ്റീവ് ആയിക്കോളും. പിന്നെ അവിടെ നടക്കാൻ പോകുന്നത് വലിയ അത്ഭുതങ്ങൾ തന്നെയായിരിക്കും. കസിൻ ചേട്ടായി വീട്ടിൽ വന്ന് കൊടുത്തൊരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. വർക്ക് അറ്റ് ഹോം ആയതുകൊണ്ട് കുറേ നേരം ഇരുന്ന് വർക്കിലൊക്കെ ആയിരുന്നേ. ചേട്ടായി പോയപ്പോൾ ലാപ്ടോപ്പ് കൊണ്ടുപോയി. പക്ഷേ ആ വീട്ടിൽ ഇനി ലാപ്ടോപ്പ് വേണമെന്ന് അന്നാറോസ് തീരുമാനിച്ചു. തിണ്ണേ തന്നെ ഇരുന്ന് അവളും വർക്ക് അറ്റ് ഹോം അങ്ങ് തുടങ്ങി. ജീവനില്ലാത്ത കീബോർഡിന് അങ്ങനെ ജീവൻ വെച്ച് തുടങ്ങിയേ. അതിൻ്റെ കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസമൊക്കെ സമ്മാനം കിട്ടിയ കുറച്ച് സാധനങ്ങളെല്ലാം കൂടെ കൊണ്ടുവന്ന് ആ ലോകത്തെ എന്തുമാത്രം ബ്യൂട്ടിഫുൾ ആക്കിക്കൊണ്ടിരിക്കുകയെന്നറിയാവോ. ഞങ്ങൾ ചെയ്യുന്ന തന്നെ ആളാം പ്രതി വെള്ളം തീരുമ്പം വെള്ളം നിറച്ച് കൊടുക്കും. ഇടയ്ക്കിടയ്ക്ക് കുറിക്കാനായിട്ട് കടലയോ മറ്റ് സാധനങ്ങളോ കൊടുക്കും. എന്തൊക്കെയോ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. റെസ്പെക്റ്റ് കൊടുക്കണം, നല്ല രീതിയിൽ റെസ്പെക്റ്റ് കൊടുക്കണം, പ്രത്യേകിച്ച് പിള്ളേർക്ക്. വലിയ സ്വപ്നങ്ങളോടെ അന്നാറോസ് തിണ്ണയുടെ ഒരു കോണിലിരിക്കുമ്പം ആരും അവളോട് ചോദിച്ചില്ല ഇതൊക്കെ എന്തിനാണ് ഇവിടെ നിരത്തിയിട്ടിരിക്കുന്നതെന്ന്. വ്യക്തമായ പ്ലാനോടുകൂടിയാണ് ഓരോരുത്തരും കാര്യങ്ങളെ മുന്നോട്ട് നീക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ലാത്തൊരു തേർഡ് പേഴ്സൺ വന്ന് ഇതെന്താ ഇങ്ങനെയാണോ അങ്ങനെയാണോ ഈ അനാവശ്യ ചോദ്യങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ ഉണ്ടല്ലോ കുറേ ആൾക്കാർ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. കോളേജിൽ പഠിക്കുന്ന കൊല്ലത്തുള്ള കല്യാണിയാണ് ഈ ഗിഫ്റ്റൊക്കെ തന്നെ. ഗിഫ്റ്റ് തരുവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ കൊച്ചേ ഈ ഗിഫ്റ്റൊക്കെ ഞങ്ങൾ സ്വീകരിക്കണ്ടേ? വലിയ സ്വപ്നത്തിലേക്കുള്ള എൻ്റെ ചുവടുവെപ്പാണ്. ഇത് കണ്ടിട്ട് ആരെങ്കിലും ഓർഡർ ചെയ്യും, എന്നിട്ട് വേണം എൻ്റെ ഫീസ് അടയ്ക്കാൻ. കല്യാണി നിനക്ക് കിട്ടട്ടെ 1000 ഓർഡറുകൾ. പ്രിയമുള്ളവരെ, ആ പെങ്കൊച്ചിനെ അങ്ങ് സപ്പോർട്ട് ചെയ്യുന്നേ. കാരണം ഇത്തരം ആൾക്കാരെ നമ്മളൊക്കെ തന്നെയല്ലേ ചേർത്ത് പിടിക്കണ്ടേ. വെള്ളം തീരുന്നതനുസരിച്ച് കൊടുത്തുകൊണ്ടേയിരുന്നു. അന്നാറോസ് ഇവിടെ നല്ല തിരക്കാണ്. ഒത്തിരി സ്നേഹത്തോടെ കൊല്ലത്തുള്ള കല്യാണി. താങ്ക് യു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ.